മാധ്യമങ്ങൾ മുക്കിയ അരിതാ ബാബു എപ്പിസോഡ് അവരുടെ വായനക്കാർ എങ്ങനെ അറിയും? ദൃശ്യമാധ്യമങ്ങൾ സകലകലാ വാർത്തകളുടെ പിറകെ പോകുന്നവരാണ്. അവരും അരിതയുടെ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റും മേഘാരഞ്ജിത്തിന്റെ മറുപടിയും അറിയാൻ വഴിയില്ല. അത്രത്തോളം കരുതലാണ് കോൺഗ്രസുകാരുടെ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പര്യടനം നടത്തിയ നവകേരള സദസ്സിനിടെ പരിക്കേറ്റുവെന്ന് പറയുന്ന പ്രവർത്തകരെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ചെടുത്ത ലക്ഷങ്ങൾ മുക്കിയതിന്റെ ഒരു അറ്റം മാത്രമാണ് അരിതാ ബാബു എപ്പിസോഡ്. അരിതാ ബാബു ആരെന്ന് കൂടി അറിയണ്ടേ? ഗോക്കളെ വളർത്തിയും പാല് വിറ്റും അരിഷ്ടിച്ച് ജീവിക്കുന്നതായി ഇതേ മാധ്യമങ്ങൾ കഥാപരമ്പരകൾ മെനഞ്ഞ നായിക. കായംകുളത്ത് മത്സരിച്ചപ്പോൾ കുടിലിലെ മാണിക്യം എന്ന നിലയിൽ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മനോരമാദികൾ. പക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോഴും മനോരമയ്ക്ക് അത് അംഗീകരിക്കാനായില്ല. ഞങ്ങൾ അവതരിപ്പിച്ച നായികയ്ക്ക് തോൽവിയോ? അവർ ഓൺലൈനിൽ നല്ലൊരു വാർത്ത കാച്ചി. ആ അരിതയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയത്. അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. പരിക്കേറ്റ മേഘാരഞ്ജിത്തിന് യൂത്ത് കോൺഗ്രസ് പിരിച്ചു നൽകിയ 8 ലക്ഷം രൂപ കൈമാറിയെന്ന്. മേഘാരഞ്ജിത്തും വെറും സാധാരണ പ്രവർത്തകയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അവരുടൻ മറുപടി ഇട്ടു, ആ തുക എനിക്ക് കിട്ടിയിട്ടില്ല. ആ തുക ആര് തട്ടിയെടുത്തു എന്ന് മേഘ ചോദിക്കുന്നുണ്ട്. 8 ലക്ഷം കൈമാറി ചേർത്ത് പിടിച്ചു എന്ന് പച്ചക്കള്ളം പറയുമ്പോൾ പിരിച്ച ലക്ഷങ്ങൾ ഇതിലും എത്ര ഇരട്ടിയായിരിക്കും? പരിക്കേറ്റ പ്രവർത്തകരെ സഹായിക്കാനെന്ന പേരിൽ പോലും ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു സംഘടന. എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇതൊരു കാര്യമേ അല്ല. ഇത് കാര്യമാവുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി എങ്കിലും ആകണമായിരുന്നു. മറിച്ച് കോൺഗ്രസുകാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, അത് യൂത്തന്മാർക്കും കിട്ടുന്നുണ്ട്. അവരുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കഥ നമുക്കറിയാലോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി പ്രസിഡന്റായ കഥ. പക്ഷെ ആ കഥാപാത്രത്തെ വെളുപ്പിച്ച് പരിശുദ്ധനാക്കുന്ന അസംബന്ധ നാടകമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. നവകേരള സദസ്സിനിടെ പരിക്കേറ്റു എന്ന സംഭവം ദിവസങ്ങളോളം 1-ാം പേജിൽ ലീഡ് വാർത്ത ഉൾപ്പെടെ ആക്കിയവർ, ആ വിഷയത്തിൽ അന്തിച്ചർച്ചകൾ നടത്തിയവർ, അവരെല്ലാം ആ തിരക്കഥയിലെ നായികയെ സ്വന്തം നേതാക്കൾ പറ്റിച്ചപ്പോൾ മിണ്ടാട്ടം നിലച്ചിരിക്കുന്നു. നേതാക്കൾക്കും മിണ്ടാട്ടമില്ല. സകല വിഷയങ്ങൾക്കും പിണറായി വിജയനെയും CPM-നെയും പഴിക്കുന്ന സതീശനും സുധാകരനും ഈ വിഷയത്തിൽ വായിൽ അമ്പഴങ്ങി ഇട്ട പോലെയാണ്. മിണ്ടാനില്ല. ഇത്തരം തട്ടിപ്പുകളിൽ എത്ര എണ്ണമാണ്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ തട്ടുകടയിൽ ചെന്ന് ചായയും ഉണ്ടംപൊരിയും കഴിച്ച് കട കാലിയാക്കിയവർ കാശ് അണ്ണം തരുമെന്ന് പറഞ്ഞാണ് മുങ്ങിയത്. നാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ച് മുങ്ങിയത് ഉൾപ്പെടെ പലതുണ്ട്. പക്ഷെ യൂത്തന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. വെളുപ്പിക്കാൻ മനോരമ ഉണ്ടല്ലോ.